ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ, നിന്റെ ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. അതിനാണ് ജീവന്റെ ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവയെ പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്ന ആശയങ്ങൾ സംയോജിപ്പിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ധാരാളം പേര് ഈ 10ഓളം എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട്. കാണാത്തവരതെല്ലാം കാണണമേ. കൂടുതൽ അത് കാണുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആഴത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരും. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ഒരു പ്രതീകമാണ് അഗ്നി എന്ന പ്രതീകം. ഞാൻ പല എപ്പിസോഡുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. നമുക്കറിയാം, അഗ്നിയും ജലവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമെന്ന് പറയുന്നത് ജലം പലപ്പോഴും മാലിന്യം ഏറ്റെടുക്കുകയും ആ ജലം തന്നെ മലിനമായി തീരുകയും ചെയ്യുന്നു. തുണി കഴുകുമ്പോഴാകട്ടെ, കുളിക്കുമ്പോഴാകട്ടെ, പാത്രം കഴുകുമ്പോഴാകട്ടെ, ഇതെല്ലാം വൃത്തിയാകുമെങ്കിലും ജലം ആ മാലിന്യം ഏറ്റെടുക്കും. എന്നാൽ അഗ്നിയുടെ പ്രത്യേകത എന്താണെന്നോ, അഗ്നി ഒന്നും ഏറ്റെടുക്കില്ല. അഗ്നിയിലേക്ക് എന്തെങ്കിലും ഇട്ട് നോക്കും, അതെല്ലാം കത്തിച്ചാമ്പലായി പോകും. ഒരിക്കലും ആ അഗ്നി മലിനപ്പെടുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സുന്ദരമായിട്ടുള്ളൊരു പ്രതീകമായിട്ട് ഈ അഗ്നിയെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ആദിമസഭയിൽ അപ്പോസ്തലന്മാരും 120ഓളം പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു ശബ്ദമുണ്ടാവുകയും കാറ്റും ശബ്ദമുണ്ടാവുകയും അഗ്നിനാളങ്ങളായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതായിട്ട് വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ മേൽ അഗ്നിനാളങ്ങളുടെ രൂപത്തിലും യേശുവിൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിലും ഇറങ്ങി വന്നുവെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അപ്പം അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെക്കുറിച്ച് നമുക്ക് വീണ്ടും ധ്യാനിക്കാം. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പുറത്തു നിന്നൊരു സംഭവം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രീക്ക് പുരാണങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഇതിഹാസങ്ങളിലുള്ളൊരു കഥാപാത്രമാണ് പ്രൊമിത്തിയൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. പ്രൊമിത്തിയൂസിൻ്റെ ഒരു കഥ ഇത് മനസ്സിലാക്കാൻ നമുക്ക് വളരെ പ്രയോജനപ്പെടും. പ്രൊമിത്തിയൂസ്, അവർ സ്വർഗത്തിൽ ധാരാളം ദേവന്മാരുണ്ടായിരുന്നു. കഥയാണ് കേട്ടോ. അങ്ങനെ ആ ദേവന്മാർ സ്വർഗത്തിലായിരുന്നപ്പോൾ ഒരാൾക്ക് മാത്രം, പ്രൊമിത്തിയൂസിന് മാത്രം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യരോട് കരുണ തോന്നി. മനുഷ്യരെല്ലാം തണുത്ത് വിറയ്ക്കുന്നു. ഭൂമിയിൽ അഗ്നിയില്ലാത്രേ, സ്വർഗത്തിലാണെങ്കിൽ അഗ്നിയുണ്ട്. പ്രൊമിത്തിയൂസ് തീരുമാനിച്ചു, ദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും കൊടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും ഭൂമിയിൽ അഗ്നി എത്താൻ പാടില്ല. പക്ഷേ പ്രൊമിത്തിയൂസ് എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് അഗ്നി മോഷ്ടിച്ച് താഴേക്ക് കൊണ്ടുവന്ന് മനുഷ്യർക്ക് അഗ്നി കൊടുത്തു. അങ്ങനെ അഗ്നി മനുഷ്യർക്ക് കിട്ടി. ആ അഗ്നി കൊണ്ട് അവർക്ക് ഭക്ഷണമുണ്ടാക്കാൻ സാധിച്ചു, രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചു, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. അങ്ങനെ പുതിയൊരു അനുഭവമായി സ്വർഗത്തിൽ നിന്ന് കിട്ടിയ അഗ്നി കൊണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, പ്രൊമിത്തിയൂസിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പ്രൊമിത്തിയൂസിന് കിട്ടിയ ശിക്ഷ എന്താണെന്ന് അറിയാമോ? സ്വർഗത്തിലെല്ലാ ദേവന്മാരും കൂടെ പ്രൊമിത്തിയൂസിനെ പിടിച്ച് ഒരു കടലിൻ്റെ നടുക്കുള്ളൊരു പാറയിൽ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ടോ രാവിലെ ആകുമ്പോൾ എങ്ങോ നിന്നൊരു കഴുകൻ വരും. ഒരു കഴുകൻ വന്ന് ഇങ്ങനെ പാറപ്പുറത്ത് വലിയ ചങ്ങലകൾ കൊണ്ട് കെട്ടപ്പെട്ട പ്രൊമിത്തിയൂസിൻ്റെ കരൾ മുഴുവൻ കൊത്തി തിന്നാൻ തുടങ്ങും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കഴുകൻ അദ്ദേഹത്തിൻ്റെ കരൾ മുഴുവൻ കൊത്തിപ്പറിച്ച് തിന്നും. വൈകിട്ടാവുമ്പോൾ ആ കഴുകൻ പറന്നു പോവും. പക്ഷെ പ്രൊമിത്തിയൂസ് അവിടെ തന്നെ കിടക്കുകയാണ്, രക്തം വാർന്ന്. പക്ഷെ ഒരു അത്ഭുതം നടക്കുന്നു. രാത്രിയാകുമ്പോൾ സന്ധ്യ മയങ്ങുമ്പോൾ തുടങ്ങി ആ കരൾ വീണ്ടും വലുതാകാൻ തുടങ്ങും. പ്രഭാതമാകുമ്പോഴേക്കും കരളെല്ലാം വലുതായി കറക്റ്റായിരിക്കും, ആരോഗ്യം ഉണ്ടാകും. പക്ഷേ അപ്പോഴേക്കും പ്രഭാതമാകുമ്പോഴേക്കും ആ കഴുകൻ വീണ്ടും വരും, അദ്ദേഹത്തിൻ്റെ കരൾ കൊത്തി തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ സ്വർഗത്തിലെ അഗ്നി മനുഷ്യർക്ക് കൊടുത്തതിൻ്റെ ഫലമായി പ്രൊമിത്തിയൂസിന് ഇങ്ങനെ ഒരു ശിക്ഷാവിധി ഉണ്ടായി എന്നാണ് ഈ കഥയിൽ, ഈ ഇതിഹാസത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്.
ഞാൻ സൂചിപ്പിച്ചു വരുന്നത് എന്താണെന്ന് അറിയാമോ? എന്നാൽ തിരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമാണ് ദൈവത്തിൻ്റെ അഗ്നി മനുഷ്യനെ തേടി വന്നത്. യേശുക്രിസ്തു കുരിശിൽ മരിക്കാതെ, അവൻ മഹത്വീകരിക്കപ്പെടാതെ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവാക്കുന്ന അഗ്നി ഇവിടേക്ക് വരത്തില്ല. വരില്ല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരും. കാരണം എന്താണ്? പഴയ നിയമത്തിൽ എത്രയോ ആളുകളിൽ, പ്രവാചകന്മാരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വ്യാപാരമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് യേശു കുരിശിൽ മരിച്ചതിന് ശേഷമാണ് ഇത് വരിക എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണത്തിന് ശേഷമാണ് മനുഷ്യൻ്റെ അകത്ത് അവൻ നിത്യമായി വസിക്കാൻ ഇറങ്ങി വന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനു മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വരുന്നു, പ്രവാചകന്മാർ പ്രവചിക്കുന്നു, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടത്തുന്നു. ആ പ്രക്രിയ കഴിയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് മടങ്ങിപ്പോകുന്നു. എന്നാൽ എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, ആ വാക്ക് ശ്രദ്ധിക്കണം, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. അങ്ങനെ എന്നേക്കും നമ്മോട് കൂടെ ആയിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ വന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം മാത്രമാണ്. അവൻ ക്രൂശിൽ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് പെന്തക്കോസ്ത് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ ദിവസമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നത്. പ്രൊമത്തിയൂസിൻ്റെ കഥ നമ്മെ ചില സത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഈ ലോകത്ത് അഗ്നിയെ ഭയമുള്ളതാണ് എല്ലാ കാട്ടുമൃഗങ്ങൾക്കും. തീയെ പേടിയാണ്. വലിയ ആനയ്ക്ക് തീയെ പേടിയാണ്. പിന്നെ കാട്ടിലെ രാജാവായ സിംഹത്തിന് അഗ്നിയെ പേടിയാണ്. എല്ലാ മൃഗങ്ങൾക്കും അഗ്നിയെ ഭയമാണ്. മനുഷ്യൻ മാത്രമാണ് അഗ്നി കൈകാര്യം ചെയ്യാൻ ശരിക്കും പഠിച്ചിട്ടുള്ളത്. ഇതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മനുഷ്യർക്ക് നൽകുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മൃഗങ്ങൾക്കെല്ലാം മനുഷ്യർക്ക്, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഈ പ്രൊമത്തിയൂസിൻ്റെ കഥ നമ്മളെ ചില സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അതൊരു സ്വയപരിത്യാഗത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു സെൽഫ് സാക്രിഫൈസിങ് സ്പിരിറ്റാണ്. വളരെ ശ്രദ്ധിക്കണം, ഇത് കുറച്ചും കൂടി നമ്മൾ ചിന്തിക്കാനുള്ളതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം വായിക്കുമ്പോഴാണ് ആ ചിത്രം നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. ഞാൻ ആ വാക്യം വായിക്കാമേ. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം: ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. സജീവ ബലി. എന്താണ് സജീവ ബലി എന്ന് പറഞ്ഞാൽ? ജീവനുള്ള ബലി എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ ബലി എങ്ങനെയാണ്? ഒരാടിനെ കൊണ്ടുവരുന്നു, ഞാനാണ് ആടിനെ യാഗമർപ്പിക്കേണ്ടെങ്കിൽ ഞാൻ തന്നെ ആടിൻ്റെ തലയിൽ കൈവയ്ക്കുന്നു, ഞാൻ തന്നെ എൻ്റെ പാപങ്ങൾ ആടിനോട് ഏറ്റുപറയുന്നു, ആടിനെ കഴുത്തറുത്ത് കൊല്ലണം, ഇത്രയും പണി ഞാൻ ചെയ്യണം. എന്നിട്ടോ പുരോഹിതനെ തൊലി പൊളിക്കും, അതിനെ കഷ്ണമാക്കും, അതിനെ വൃത്തിയായിട്ട് കഴുകും, എന്നിട്ട് അതിനെ യാഗപീഠത്തിൽ വെച്ച് കത്തിക്കും. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ബലിയല്ല, പിന്നെ മൃഗത്തെ കൊന്നിട്ടാണ് കത്തിക്കാൻ വെച്ചിരിക്കുന്നത്. മൃഗത്തെ കഴുത്തറുത്ത് കൊന്ന് തൊലി പൊളിച്ച് കഷ്ണമായിട്ട് വെച്ചിട്ടാണ് യാഗപീഠത്തിൽ വെച്ച് കത്തിക്കുന്നത്. മൃഗം എഴുന്നേറ്റ് പോകത്തില്ല, എഴുന്നേൽക്കാൻ സാധ്യമല്ല. കാരണം എന്താ? ജീവനില്ല. അതിന് ഇനി പുല്ല് തിന്നാൻ ആഗ്രഹമുണ്ടോ? വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടോ? ഇണചേരാൻ ആഗ്രഹമുണ്ടോ? ഒരു ആഗ്രഹമില്ല. എല്ലാ ആഗ്രഹം കഴിഞ്ഞു അതിനെ കഴുത്തറുത്ത് കൊന്നപ്പോൾ. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്നു, നിന്നെ യാഗമാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? നിന്നെ യാഗമാക്കേണ്ടത് ജീവനോടെയാണ്. സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. സജീവ ബലി, ജീവനുള്ള ബലി. നമ്മളെ മരിച്ചിട്ടല്ല യാഗപീഠത്തിൽ വെക്കേണ്ടത്, ജീവനോടുകൂടെ യാഗപീഠത്തിൽ വെക്കുകയാണ്. യാഗപീഠത്തിൽ എന്തുണ്ട്? അഗ്നിയുണ്ട്. ജീവനുള്ള യാഗമർപ്പിക്കാനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ സത്യത്തിൽ യാഗമാക്കി മാറ്റുന്നു. യേശുക്രിസ്തു കുരിശിൽ മരിച്ച് യാഗമായി തീർന്നത് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ളൊരു യാഗമല്ല കേട്ടോ. അങ്ങനെ തെറ്റായി ചിന്തിക്കരുത്. നമ്മുടെ ജീവിതം തന്നെ യാഗമാക്കാൻ ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രകൃതിയിലെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ കുറച്ച് മനസ്സിലാകും. ഒരു മാവിനെ സങ്കല്പിക്കുക. മാവിൽ എന്തുമാത്രം മാമ്പഴമുണ്ട്. ഈ മാമ്പഴം ഒരിക്കലും ഒരു മാവ് പോലും മാമ്പഴം തിന്നുന്നില്ല. ആ മാവ് അതിൻ്റെ ഫ്രൂട്ട്സ് മുഴുവൻ മനുഷ്യർക്കും പക്ഷികൾക്കായിട്ട് ഇങ്ങനെ പങ്കുവെക്കുകയാണ്, അല്ലേ? വൃക്ഷങ്ങളിൽ അങ്ങനെ കാണാം. അല്ലെങ്കിൽ നോക്കുക, ഈ സൂര്യൻ, ഉദയസൂര്യൻ, കത്തിജ്വലിച്ചിരിക്കുന്ന സൂര്യൻ, അതിൻ്റെ പ്രകാശം സൂര്യന് വേണ്ടിയിട്ടാണോ? മനുഷ്യർക്ക് വേണ്ടി, സസ്യങ്ങൾക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി. ഒരൊറ്റ ജീവനും ഇവിടെ പിടിച്ചു നിൽക്കില്ല സൂര്യനില്ലെങ്കിൽ.
അപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശം അതിനല്ല, അത് മറ്റുള്ളവർക്കാണ് വ്യയം ചെയ്യുന്നത്. ഒരു അമ്മയുടെ നെഞ്ചിലുള്ള പാല് ആർക്കാണ്? കുഞ്ഞിനുള്ളതാണ്. ഈ പ്രകൃതി മുഴുവൻ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാം, ഒന്ന് മറ്റൊന്നിനു വേണ്ടി നിലകൊള്ളുന്നു. ഒന്ന് മറ്റൊന്നിനു വേണ്ടി നിലകൊള്ളുന്നതാണ് ഈ പ്രകൃതി മുഴുവൻ കാണുന്നത്. ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ കാണാം, ഒന്ന് മറ്റൊന്നിനു വേണ്ടി നിലകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിൽ വരുന്നത് ഈ ആഗമനോഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ മനോഭാവത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു. പക്ഷേ ഈ മനോഭാവത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടോ? ഒന്ന് മറ്റൊന്നിനു വേണ്ടി, ഞാൻ മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് യാഗമായി തീരേണ്ടതാണ്. ഇതിനെയാണ് സെൽഫ് സാക്രിഫൈസിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്വയപരിത്യാഗത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ ഉണ്ടാകണമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്നത്. അങ്ങനെ നമ്മൾ ഇല്ലാതായി തീരുവാൻ, പ്രിയപ്പെട്ടവരെ, ഇത്രയ്ക്കും ത്യാഗപരമായി ജീവിക്കുവാനാണ് വിശുദ്ധ വേദം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ഈ അഗ്നിയെ നോക്കൂ. അവിടെ എന്താണ് കാണുന്നത്? കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. കാറ്റ് ഉണ്ടാകുന്നു, ശബ്ദമുണ്ടാകുന്നു, പിന്നെ അഗ്നിയും കൂടെ വരുന്നു. കാറ്റടിച്ചാലാണ് അഗ്നി ശരിക്കും ആളിപ്പടരുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ അഗ്നി ആളിപ്പടരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ അഗ്നി കെടരുതെന്ന് അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ ഈ യാഗപീഠത്തിൽ അഗ്നി ഉണ്ടല്ലോ, യാഗപീഠത്തിൽ അഗ്നി കെടാൻ പാടില്ല. കെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പുരോഹിതനാണ്. പുരോഹിതൻ യാഗപീഠത്തിൽ അഗ്നി കെടാതെ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തമുള്ള ആളാണ്. അദ്ദേഹം ഈ അഗ്നി കെടാതെ സൂക്ഷിക്കണം. പുതിയ നിയമത്തിൽ നമ്മളും പുരോഹിതരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പുരോഹിതരാണ്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന ആളുകളാണ് നമ്മൾ. നമുക്ക് കിട്ടിയ അഗ്നിയെ കെട്ടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് അഗ്നി കെടാതെ സൂക്ഷിക്കുക. എന്തിനാണ്? ഈ അഗ്നിക്ക് മാത്രമേ നമ്മളെ സ്വയപരിത്യാഗത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ സ്വാർത്ഥമതികളായി തീരും. എന്തുമാത്രം ആളുകളാണ് സ്വാർത്ഥതയിൽ ജീവിക്കുന്ന അറിയാമോ? സ്വാർത്ഥതയിൽ എൻ്റെ, എനിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കെട്ടപ്പെട്ട് കഴിയുന്നു. എന്നാൽ നമ്മുടെ കർത്താവിനെ നോക്കൂ, അവസാന തുള്ളി രക്തം വരെയും പങ്കുവെച്ച് സ്വാർത്ഥതയില്ലാത്തൊരു ജീവിതം കാണിച്ചു തന്നിരിക്കുകയാണ്. അതെ, അതുകൊണ്ട് കർത്താവിനെ പിൻപറ്റിയ അപ്പോസ്തലന്മാരെല്ലാം, അപ്പോസ്തലന്മാർക്ക് ശേഷം വന്നവരെല്ലാം, അവരെല്ലാം അവരെ തന്നെ ഒരു മെഴുകുതിരി ഉരുകി തെളിഞ്ഞ് ഇല്ലാതെയായി തീരുന്നതുപോലെ അവർ ഇല്ലാതെയായി തീരുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മിഷണറിമാരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചറിയാം. എന്തുമാത്രം വിദേശികളാണ് പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന്, അവർ പുറം രാജ്യത്തു നിന്ന്, യൂറോപ്പിൽ നിന്ന് ഇവിടേക്ക് വന്ന് ഇവിടെ താമസിച്ച് ഒരിക്കലും അവർ മടങ്ങിപ്പോയില്ല. അതിൽ പലരും അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാതെ നമ്മുടെ നാട്ടിൽ കിടന്നവർ മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, അവർ സുവിശേഷത്തിനോടുള്ള അവരുടെ സമർപ്പണം നോക്കി, അവർ ആ സുവിശേഷ ചൈതന്യമായിട്ട് വന്ന് ഒരു നാട്ടിൽ വന്ന് താമസിച്ച് അവരിവിടെ തന്നെ ഇല്ലാതെയായി തീർന്ന അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, എത്ര ത്യാഗപരമായ ജീവിതമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് ഇത്തരത്തിലേക്കാണ് നമ്മളെ നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് കുടുംബജീവിതം നയിക്കുന്നവർക്കും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സന്യസ്തർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ പുരോഹിതർക്ക് മാത്രമല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ഈ ചൈതന്യം ഉൾക്കൊള്ളണം. ഞാൻ മറ്റൊന്നിനു വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഈ ലോക ജീവിതത്തിൽ കർത്താവ് ഈ ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. മാത്രമല്ല, യേശുവിനെ അറിയുവാൻ നമ്മളെ ഇടവരുത്തി. അതിൻ്റെ പരിണത ഫലമായി ഈ സ്വയപരിത്യാഗത്തിൻ്റെ ആത്മാവിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത്തരത്തിൽ വളർച്ച നമുക്ക് വന്നാൽ അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ധാരാളമായിട്ട് നമുക്ക് കാണുക. സ്വാർത്ഥത കൂടാതെ നമുക്കെല്ലാം പങ്കുവയ്ക്കാൻ സാധിക്കും. വേദപുസ്തകത്തിലെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. വേദപുസ്തകത്തിലെ ബാർനബാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഞാൻ
കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് പിന്നെ ക്യാരക്ടർ സ്റ്റഡി ഓരോ വ്യക്തികളെടുത്ത് പഠിക്കാം. അങ്ങനെ ഒരാളാണ് ഈ ബാർനബാസ്. അദ്ദേഹം എവിടുത്തുകാരനെന്നറിയാമോ? സൈപ്രസുകാരനാണ്, കുപ്രോസ് ദ്വീപുകാരൻ. അദ്ദേഹം ഒരു ദ്വീപിൽപ്പെട്ട ആൾ. അദ്ദേഹത്തിൻ്റെ വീടും പറമ്പെല്ലാം വിറ്റ് അദ്ദേഹം അപ്പോസ്തലന്മാർക്ക് കൊണ്ട് പങ്കുവെച്ച കാര്യം ഓർക്കണം. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് താഴേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിനുണ്ടായത് സെൽഫ് സാക്രിഫൈസിങ് സ്പിരിറ്റാണ്. എല്ലാം പങ്കുവയ്ക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നെയും എനിക്കുള്ളതിനെയും ഞാൻ സമർപ്പണം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ത്യാഗോജ്ജലമായിട്ടുള്ളൊരു സമർപ്പണത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. അതുകൊണ്ട് പ്രൊമത്തിയൂസ് സ്വർഗത്തിൽ നിന്ന് അഗ്നി മനുഷ്യർക്ക് വേണ്ടി കൊടുത്തു. അത് കഥയാണ്. എന്നാൽ നമ്മുടെ സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ യേശുദേവൻ ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ യാഗമായി തീർന്ന് അവൻ്റെ അഗ്നി നമ്മളിലേക്ക് നിവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ്? നീ ഒരു യാഗമായി തീരാൻ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. യാഗത്തിൻ്റെ ഒരു സ്പിരിറ്റിൽ നമുക്ക് ജീവിക്കുവാൻ യേശു കൃപ നൽകട്ടെ. കർത്താവേ, ഞങ്ങളെ അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്ന, തൻ്റെ മാറോട് ചേർക്കുന്ന കർത്താവായ യേശുവേ, നിൻ്റെ നെഞ്ചിൽ നിന്ന് സ്നേഹവും ശക്തിയും സ്വീകരിച്ച് സ്വയപരിത്യാഗത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവു നൽകിടുക, വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവു നൽകിടുക, വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ദൈവശക്തിയാം വരങ്ങളും ദൈവസ്വഭാവമാം ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയായി, ഭൂമിയിളകും അഭിഷേക ശക്തിയായി. റൂഹായേ വേഗം ആഗതനാകണമേ. പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റീശട്ടെ. ഇത് പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീ കാറ്റു വീശട്ടെ. പുതുശക്തിയായി We are His witnesses, and the Holy Spirit is with us and makes us strong. Jesus is alive.